നമ്മുടെ അടുത്തുള്ള പള്ളിയിലെ പെരുന്നാളായിരുന്നു. എനിക്കൊന്ന് പെരുന്നാളിന് ലാസ്റ്റ് ഡേ എന്തോന്നല്ലോ റാസയുള്ളത്. ഇന്ന് റാസയുള്ള ദിവസം. അപ്പം മെഴുകുതിരി കത്തിച്ച് വെക്കും. മെഴുകുതിരിയോ വിളക്കൊക്കെ വെക്കും. അപ്പോൾ സാധാരണ എല്ലാ വർഷവും മറ്റേ എണ്ണ ഒഴിക്കുന്ന വിളക്കാണ് വെക്കുന്നത്. ഇത്തവണ അവിടെ കുറച്ച് മെഴുകുതിരി അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വന്നപ്പോൾ നമ്മൾ പുറത്ത് പോയേക്കുമായിരുന്നു. അവർ വന്നപ്പോൾ ലേറ്റായി. പെട്ടെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കണമെങ്കിൽ കുറച്ചുകൂടെ സമയം വേണ്ടേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് മെഴുകുതിരി അങ്ങ് ഒട്ടിക്കാന്ന് വിചാരിച്ചു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ റാസ വരുമ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത്. ഞങ്ങളുടെ ഏരിയയിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത് റാസ വരുമ്പോൾ. ഇവിടെ വന്നേ പിന്നെ ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇതിന് കൂടുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു വീടുണ്ട്. അവരുടെ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പം അവരവിടെ മാതാവിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് നല്ല റെഡിയാക്കി മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. നിറച്ച് മെഴുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീടുകളെല്ലാം ആളില്ലാത്ത വീടുകൾ. അപ്പോൾ അവിടെ എല്ലാം അങ്ങ് ഇരുണ്ട് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നല്ല ഭംഗിയായിരുന്നു കേട്ടോ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കാണാൻ. കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ പിന്നെ റാസയും വന്നിട്ട് അങ്ങ് പോയി. പിന്നെ നമ്മൾ അതിൻ്റെ കൂടത്തെ റോസയുടെ പുറകെ തന്നെ നമ്മളും ഇറങ്ങി കേട്ടോ. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇതാ പള്ളി പെരുന്നാൾ നടക്കുന്ന പള്ളി. അപ്പോൾ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് സെൻറ്റ് ജോർജിൽ കയറി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ആദ്യം ചെന്നിട്ട് സീറ്റൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഒരു സീറ്റ് റെഡി ആയത്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞത് നൂഡിൽസ് ആട്ടോ, ചിക്കൻ നൂഡിൽസും. അച്ഛൻ പറഞ്ഞത് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഉച്ചയ്ക്ക് നമ്മൾ ഓൾറെഡി ഒന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ല വിശപ്പുണ്ട്. പിന്നെ കൂടെ സൈഡായിട്ട് ഒരു ചിക്കൻ വറുത്തരച്ച കറിയും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ പോയി.